ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ക്ലാസ് 45 ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഓസിലേഷൻ ആൻഡ് വേവ്സ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ക്ലാസ് 43-ൽ നമ്മൾ പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന ടോപ്പിക് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റായി തീറ്റ എടുത്തതിന് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലാസ് 44-ൽ, അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഒരു കറക്ഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ക്ലാസ് ഇട്ടിരുന്നു, പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ. അപ്പോൾ ആ ഒരു ക്ലാസ്സോട് കൂടി എങ്ങനെയാണ് ഒരു പാർട്ടിക്കിൾ ഹൊറിസോണ്ടൽ ഡയമീറ്റർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ ഓരോ പൊസിഷണൽ പാർട്ടിക്കിൾ ഇരിക്കുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ എങ്ങനെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആയ തീറ്റ ലാസ്റ്റ് ക്ലാസ്സിന് മുമ്പിലത്തെ ക്ലാസ്സിൽ ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആയ തീറ്റ നമ്മൾ എടുത്തതിന് ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കറക്ഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ക്ലാസ് ഇട്ടിരുന്നു, പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ. അപ്പോൾ ആ ഒരു ക്ലാസ്സോട് കൂടി പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലെ ഓരോ ഡിഫറെൻറ്റ് പൊസിഷൻസിൽ വരുമ്പോഴും ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ മാറുന്നതിനനുസരിച്ച് ആ പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുന്ന രീതി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. അതായത് ഒരു പാർട്ടിക്കിൾ ഒരു സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിൾ ഡിഫറെൻറ്റ് പൊസിഷൻ അറ്റൈൻ ചെയ്യുമ്പോൾ ആ ഡിഫറെൻറ്റ് പൊസിഷനിൽ പാർട്ടിക്കിൾ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ. അപ്പോൾ ഈ ഒരു ടോപ്പിക്, അതായത് പ്രൊജക്ഷനും ഇപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്ക് വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന ടോപ്പിക്കിൽ വരുന്ന ടോപ്പിക്കാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു? പ്രൊജക്ഷൻ ഓഫ് യൂണിഫോം സർക്കുലർ മോഷൻ ഇസ് ഈക്വൽ ടു സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുമ്പോൾ ആ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ ആണ് ശരിക്കും സിമ്പിൾ ഹാർമോണിക് മോഷനോട് ഈക്വൽ ആവുന്നത്. അപ്പോൾ അതായിരുന്നു റിലേഷൻഷിപ്പ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ ഇവിടെ ഞാൻ പി എന്ന ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുന്നു, പി. അതിനുശേഷം നമ്മളൊരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ XY കോർഡിനേറ്റ്. ഇതാണ് ഒറിജിൻ, എക്സ് മൈനസ് എക്സ്, വൈ മൈനസ് വൈ. XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. ഹൊറിസോണ്ടൽ ഡയമീറ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൊജക്ഷൻ ഓഫ് എ പാർട്ടിക്കിൾ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പി എന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മളൊരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ XY കോർഡിനേറ്റ്. ഒറിജിൻ ഉണ്ട്, എക്സ് മൈനസ് എക്സ്, വൈ മൈനസ് വൈ. അതിനുശേഷം ഈ പി എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ് എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന ഫസ്റ്റ് കേസാണ്. അപ്പോൾ പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ 4 കേസസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്ററിലും 4 കേസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കേസ് നമ്മൾ നോക്കുകയാണ്, ഫസ്റ്റ് കേസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പി എന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഈ പി എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെന്ന് ഇമാജിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടൈം t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ്. ടൈം എപ്പോഴും 0 സെക്കൻഡ്സിൽ നിന്നും ടൈം കൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇനിഷ്യലി ടൈം t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് ആയി.
അതായത് ടൈമർ കൗണ്ട് ആവാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ്, ടൈമർ t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സ് ആകുമ്പോൾ ഈ p എന്ന പാർട്ടിക്കിളിൻ്റെ ഈ സർക്കുലർ പാത്തിലുള്ള ഒരു ഇനിഷ്യൽ പൊസിഷൻ ഞാൻ a ആയിട്ട് എടുക്കുക. ആ ഇനിഷ്യൽ പൊസിഷൻ ഈ പോയിന്റിലാണ്, ഇവിടെ ദിസ് പോയിന്റ്. അപ്പോൾ ഈ a എന്ന് പറയുന്നത് ഈ p എന്ന പാർട്ടിക്കിളിൻ്റെ t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിലുള്ള സർക്കുലർ പാത്തിലെ ഒരു പൊസിഷനാണ് a, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് a. അതായത് ആ പാർട്ടിക്കിൾ ആ പോയിന്റിൽ നിന്നും മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിലുള്ള ഈ p എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പൊസിഷനാണ് ഈ a എന്ന് പറയുന്നത്. അപ്പോൾ ഈ a എന്ന് പറയുന്നത് ഈ p എന്ന പാർട്ടിക്കിളിന്റെ t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിലുള്ള സർക്കുലർ പാത്തിലെ പൊസിഷനാണ് a. അതിനുശേഷം ടൈം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ടൈം കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. t 0 സെക്കൻഡ്സിൽ നിന്നും t1 സെക്കൻഡ്സ് ആയി. വീണ്ടും ടൈം t ഈസ് ഈക്വൽ ടു t2 സെക്കൻഡ്സ് ആയി. ടൈം t ഈസ് ഈക്വൽ ടു t3 സെക്കൻഡ്സ് ആയി. അപ്പോൾ ഈ t1 സെക്കൻഡ്സിലും t2 സെക്കൻഡ്സിലും t3 സെക്കൻഡ്സിലും ഈ പാർട്ടിക്കിൾ ഈ a എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും p എന്ന പാർട്ടിക്കിൾ ഈ a എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ a എന്ന് പറയുന്നത് ഈ p എന്ന പാർട്ടിക്കിളിന്റെ t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റ് ആയിരുന്നു a. അതിനുശേഷം ടൈം t1 സെക്കൻഡ്സ് ആയി, t2 സെക്കൻഡ്സ് ആയി, t3 സെക്കൻഡ്സ് ആയി. അതിനുശേഷം ടൈം മുമ്പോട്ട് പോകുന്തോറും ഈ പാർട്ടിക്കിൾ ഈ a എന്ന അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പോയിന്റിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്ത് ടൈം t ഈസ് ഈക്വൽ ടു t സെക്കൻഡ്സ് ആകുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ സെക്കൻഡ്സ് ആകുമ്പോൾ ടൈം t ഈസ് ഈക്വൽ ടു t സെക്കൻഡ്സ് ആകുമ്പോൾ ഈ പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിലെ മറ്റൊരു പോയിന്റായ b എന്ന പോയിന്റിലെത്തി എത്തും. അപ്പോൾ ഇവിടെ b എന്ന് പറയുന്നത് ഈ p എന്ന പാർട്ടിക്കിളിന്റെ t ഈസ് ഈക്വൽ ടു t സെക്കൻഡ്സിലുള്ള അല്ലെങ്കിൽ ഫൈനൽ ടൈം പീരീഡിലുള്ള ഈ p എന്ന പാർട്ടിക്കിളിന്റെ ഫൈനൽ പൊസിഷനാണ്, സർക്കുലർ പാത്തിലെ ഫൈനൽ പോയിന്റ് അല്ലെങ്കിൽ ഫൈനൽ പൊസിഷനാണ് b. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിലുള്ള ഇനിഷ്യൽ പോയിന്റും b എന്ന് പറയുന്നത് ഈ p എന്ന പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിലുള്ള ഫൈനൽ പോയിന്റുമാണ്. അപ്പോൾ ഈ b എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. അപ്പോൾ ഇപ്പോൾ ഈ പാർട്ടിക്കിൾ b എന്ന പോയിന്റിൽ എത്തി നിൽക്കുകയാണ്, സർക്കുലർ പാത്തിലെ b എന്ന പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ b എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് സംഭവിക്കാം, മറ്റൊരു കേസ് വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കും സംഭവിക്കാം. ശരിയല്ലേ? അപ്പോൾ ഈ രണ്ട് ആരോ മാർക്ക് ഈ b എന്ന പാർട്ടിക്കിളിന് നടക്കാൻ സാധ്യതയുള്ള രണ്ട് ഡിഫറെന്റ് പ്രൊജക്ഷൻസ് ആണ്. ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കും വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കും ആ പാർട്ടിക്കിളിന് സംഭവിക്കാവുന്ന രണ്ട് ഡിഫറെന്റ് പ്രൊജക്ഷൻസ് ആണ് ഈ രണ്ട് ആരോ മാർക്ക്. ഒന്ന് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കും മറ്റൊന്ന് വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കും. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ്, അതായത് ഒരു സർക്കിളിന്റെ റേഡിയസ്, സർക്കിളാണല്ലേ, ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒറിജിനിൽ നിന്നും സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ r, ക്യാപിറ്റൽ R എന്ന് വിളിക്കുക. ഇവിടെ ഞാൻ റേഡിയസ് ആയിട്ട് a എടുക്കുകയാണ്, ക്യാപിറ്റൽ A. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ക്യാപിറ്റൽ A ഞാൻ റേഡിയസ് ആയിട്ട് എടുത്തു അല്ലെങ്കിൽ a ആയിട്ട് എടുത്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഈ ഒരു ദൂരം എന്ന് പറഞ്ഞാൽ അത് a ആയിരിക്കുമല്ലോ. ഇനി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊജക്ഷൻ എലോങ് ഹൊറിസോണ്ടൽ ഡയമീറ്റർ കൺസിഡർ ചെയ്യുന്നില്ല. രണ്ട് രീതിയിൽ സംഭവിക്കാം പ്രൊജക്ഷന്. ഒന്നില്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കും സംഭവിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. ഞാൻ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷനാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ a എന്ന ഇനിഷ്യൽ ടൈം മുമ്പോട്ട് പോകും തോറും t ഈസ് ഈക്വൽ ടു 0 സെക്കൻഡ്സിൽ പാർട്ടിക്കിൾ a എന്ന പൊസിഷനിലെത്തി. അതിനുശേഷം ടൈം മുമ്പോട്ട് പോകും തോറും പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് t ഈസ് ഈക്വൽ ടു t സെക്കൻഡ്സ് ആയപ്പോൾ b എന്ന പോയിന്റിൽ എത്തി. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. ശരിയല്ലേ? പാർട്ടിക്കിൾ ഇവിടെ മൂവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ റൊട്ടേഷൻ്റെ സ്വഭാവം അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഡയറക്ഷനിലാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് ആ പാർട്ടിക്കിളിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ ഈ ഡയറക്ഷനിലാകണമല്ലോ. കാരണം ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന അത്രയും ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ, അതിന്റെ വാല്യൂ നമ്മൾ 2π ആണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡ് കാണാനുള്ള ഡെറിവേഷൻ നമ്മൾ പറഞ്ഞതാണ്. ഫസ്റ്റ് ഹാഫ് കവർ ചെയ്യുമ്പോൾ π, സെക്കൻഡ് ഹാഫ് കവർ ചെയ്യുമ്പോൾ വീണ്ടും ഒരു π, അപ്പോൾ ടോട്ടൽ റൊട്ടേഷൻ കവർ ചെയ്യുമ്പോൾ π + π 2π. അപ്പോൾ അങ്ങനെയാണ് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റയുടെ വാല്യൂ 2π ആകുന്നത്. അപ്പോൾ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കവർ ചെയ്യാൻ എടുക്കുന്ന ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾ ഇത്രയും പോർഷൻ ഇവിടെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾ അല്ലെ, പാർട്ടിക്കിൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷനാണ്. അപ്പോൾ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയി തീറ്റ സംഭവിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഇനി ഇവിടെ പറഞ്ഞു പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കാണ്. നമ്മളിപ്പോൾ നോക്കുന്നത് പ്രൊജക്ഷൻ എല്ലാം വെർട്ടിക്കൽ ഡയമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ പി എന്ന പാർട്ടിക്കിൾ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഈ എ റേഡിയസ് ആയ എക്ക് രണ്ട് കമ്പോണൻസ് വരാം. ഒന്ന് ഈ ആംഗിളായ തീറ്റയോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് എ കോസ് തീറ്റ, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ. അതായത് ഇവിടെ ഈ എ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കും എ കോസ് തീറ്റയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കുമാണ്. അതായത് ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണന്റ്, ഈ ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് ആണ് എ കോസ് തീറ്റ. എപ്പോഴും ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് നമ്മൾ കോസ് തീറ്റ എടുക്കുക കമ്പോണന്റ്. അപ്പോൾ ഇവിടെ ഈ എക്ക് റേഡിയസ് ആയി എക്ക് രണ്ട് കമ്പോണൻസ് വരാം ഇവിടെ. ഒന്ന് ഈ ആംഗിളിനോട് ചേർന്ന് നിൽക്കുന്ന കമ്പോണന്റ് എ കോസ് തീറ്റ, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ. ഇവിടെ എ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കും എ കോസ് തീറ്റയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കുമാണ്. ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് y ആക്സിസിലേക്കാണ്. മാത്രമല്ല പാർട്ടിക്കിളിന്റെ ഈ എ എന്ന കമ്പോണന്റിന്റെ ഡയറക്ഷൻ എ എന്ന കമ്പോണന്റിന്റെ ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ കോസ് തീറ്റ എന്ന കമ്പോണന്റിന്റെ ഡയറക്ഷൻ എ കോസ് തീറ്റ എന്ന കമ്പോണന്റിന്റെ ഡയറക്ഷനിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് y ആക്സിസിലേക്കാണ്. y = a cos θ. കാരണം a cos θ എന്ന കമ്പോണന്റ് ഈ ഡയറക്ഷനിലേക്കാണ്, ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ്. a sin θ ആണ് ഈ ഡയറക്ഷനിലേക്ക്. ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് a cos θ എന്ന കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതേ ഡയറക്ഷനിലേക്കല്ലേ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് y ആക്സിസിലേക്കുമാണ്. സോ y = a cos θ. That is y = a cos omega t. Angular displacement theta is equal to omega t. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പോൾ ഫസ്റ്റ് കേസിലുള്ള പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ y = a cos omega t. എന്തുകൊണ്ടാണ് നമ്മൾ cos omega t എടുത്തത്? ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് a cos omega t, a cos θയുടെ കമ്പോണന്റ് ഈ ഡയറക്ഷനിലേക്കാണ്. അതേ ഡയറക്ഷനിലേക്ക് തന്നെയല്ലേ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രൊജക്ഷൻ. മാത്രമല്ല പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് y ആക്സിസിലേക്കുമാണ്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് കേസിൽ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ y = a cos θ അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ y = a cos omega t. അപ്പോൾ ഈ ഫസ്റ്റ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഒരു p എന്ന പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തു, അതിനുശേഷം നമ്മളൊരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു, അതിനുശേഷം ആ p എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ് എന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ a എന്ന ഇനിഷ്യൽ പൊസിഷൻ t = 0 സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ സർക്കുലർ പാത്തിലുള്ള ഇനിഷ്യൽ പൊസിഷൻ എ ആയിട്ട് എടുത്തു. അതിനുശേഷം ടൈം മുമ്പോട്ട് പോകുന്തോറും പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്ത് ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് t = t സെക്കൻഡ്സ് ആകുമ്പോൾ പാർട്ടിക്കിൾ ബി എന്ന മറ്റൊരു പോയിന്റിലെത്തി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബി എന്ന ഫൈനൽ പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ആ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ എക്സ് ആക്സിസിലേക്ക് സംഭവിക്കാം. മറ്റൊരു കേസ് y ആക്സിസിലേക്കും സംഭവിക്കാം. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷനെ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഈ റേഡിയസ്, ഇവിടെ നമ്മൾ എടുക്കുന്ന റേഡിയസ് എ ആണ്.
അപ്പോൾ ഈ ഒ ബി എന്ന ഡിസ്റ്റൻസ് എ ആയിരിക്കും, റേഡിയസ് ആയിരിക്കും. കാരണം ഒരു സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നും സർക്കംഫറൻസിലെ ഏതെങ്കിലും ഒരു പോയിന്റ് വരെയുള്ള ദൂരമാണ് റേഡിയസ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒ ബി എന്ന ഡിസ്റ്റൻസ് റേഡിയസ് ആയ എ ആകണമല്ലോ. അപ്പോൾ ഇവിടെ ഈ എക്ക് രണ്ട് കമ്പോണൻസ് വരും. ഒന്ന് ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് എ കോസ് തീറ്റ, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ. ഇവിടെ എ കോസ് തീറ്റയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കും എ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലേക്കുമാണ്. പക്ഷേ ഇവിടെ നോക്കിയാൽ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് വൈ ആക്സിസിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് കേസിൽ പ്രൊജക്ഷൻ y = a cos θ എന്നെടുത്തു, അല്ലെങ്കിൽ y = a cos ωt. അപ്പോൾ ഈ ഫസ്റ്റ് കേസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അടുത്തത് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് ഇതേപോലെ തന്നെ നമ്മൾ പി എന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതാണ് ഒറിജിൻ, x -x y -y. അപ്പോൾ ഇതാണ് നമ്മുടെ പി എന്ന പാർട്ടിക്കിൾ. അതിനുശേഷം നമ്മളൊരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ അപ്പോൾ സെക്കൻഡ് കേസിൽ നമ്മൾ പി എന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഈ പി എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെന്ന് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടൈം നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് കേസ് നോക്കുകയാണ്, പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ എന്ന ടോപ്പിക്കിലെ സെക്കൻഡ് കേസ് നോക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പി എന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം നമ്മൾ XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. ഇതാണ് നമ്മുടെ XY കോർഡിനേറ്റ്, ഒറിജിൻ x -x -y y അല്ലെങ്കിൽ y -y. അതിനുശേഷം നമ്മൾ ഈ പി എന്ന പാർട്ടിക്കിൾ ഈ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെന്ന് ഇമാജിൻ ചെയ്യും. അപ്പോൾ t = 0 സെക്കൻഡ്സ് സെക്കൻഡ്സിനുള്ള ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ ഈ പോയിന്റ് ആയിട്ട് എടുക്കുകയാണ്, ഈ പോയിന്റ് എ. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ t = 0 സെക്കൻഡ്സിലുള്ള ടൈം കൗണ്ട് ആവാൻ തുടങ്ങിയിട്ടില്ല. t = 0 സെക്കൻഡ്സിലുള്ള ഈ പി എന്ന പാർട്ടിക്കിളിന്റെ ഈ സർക്കുലർ പാത്തിലെ ഇനിഷ്യൽ പൊസിഷനാണ് ഈ എ. അതിനുശേഷം ടൈം മുമ്പോട്ട് പോകും തോറും t = t1 സെക്കൻഡ്സ് ആയി, t2 സെക്കൻഡ്സ് ആയി, t3 സെക്കൻഡ്സ് ആയി. അപ്പോൾ ഈ t1 സെക്കൻഡ്സിലും t2 സെക്കൻഡ്സിലും t3 സെക്കൻഡ്സിലും ഈ പാർട്ടിക്കിൾ ഈ എ എന്ന ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് മറ്റൊരു പോയിന്റായ ബി എന്ന പോയിന്റിൽ എത്തും. അപ്പോൾ ഇവിടെ ഈ ബി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിന്റെ t t സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിന്റെ ഫൈനൽ പൊസിഷനാണ് ബി. അപ്പോൾ എ എന്ന് പറയുന്നത് ഈ പി എന്ന പാർട്ടിക്കിളിന്റെ t = 0 സെക്കൻഡ്സിലുള്ള സർക്കുലർ പാത്തിലെ ഇനിഷ്യൽ പോയിന്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ പൊസിഷനും, ബി എന്ന് പറയുന്നത് t = t സെക്കൻഡ്സ് ആയപ്പോഴുള്ള പി എന്ന പാർട്ടിക്കിളിന്റെ സർക്കുലർ പാത്തിലെ ഫൈനൽ പോയിന്റുമാണ് ബി. അപ്പോൾ ഈ പാർട്ടിക്കിൾ t = 0 സെക്കൻഡ്സിൽ ഈ പാർട്ടിക്കിൾ ബി എന്ന ഫൈനൽ പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കിൾ ബി എന്ന ഫൈനൽ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് നേരെ ഈ -y ആക്സിസിലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ -x-ലേക്കും സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ -x-ലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ -x ആക്സിസിലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ -y ആക്സിസിലേക്ക് സംഭവിക്കാം. -y ആക്സിസ് അല്ല, ഒന്നില്ലെങ്കിൽ -y-ലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ -x-ലേക്ക് സംഭവിക്കാം. അതായത് ഒന്നില്ലെങ്കിൽ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കും സംഭവിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ പാർട്ടിക്കിൾ ബി എന്ന പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ -y ആക്സിസിലേക്ക് സംഭവിക്കും.
അപ്പോൾ ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് എ ആണ് റേഡിയസ്. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് തീർച്ചയായിട്ടും എ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷനേ ഉള്ളൂ, പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷനേ ഉള്ളൂ. ഇത്രയും പോർഷനാണ് പാർട്ടിക്കിൾ കവർ ചെയ്തിരിക്കുന്നത്. ഈ പി എന്ന പാർട്ടിക്കിൾ ഈ സർക്കുലർ പാത്തിൽ കവർ ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ആയിരിക്കുമല്ലോ, അതായത് കവർ ചെയ്ത അത്രയും പോർഷൻ. ഇവിടെ പാർട്ടിക്കിൾ കവർ ചെയ്തിരിക്കുന്നത് ഇത്രയും പോർഷനേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയി തീറ്റ ഇതായിരിക്കും. തീറ്റ ഇങ്ങനെയായിരിക്കും ഫോം ചെയ്യുക, കാരണം ഇവിടെ പാർട്ടിക്കിൾ കവർ ചെയ്തിരിക്കുന്ന പോർഷൻ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആയ തീറ്റ ഈ ഡയറക്ഷനിലേക്കായിരിക്കും സംഭവിക്കുക. ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഇവിടെ ഈ എക്ക്, ഈ റേഡിയസ് ആയ എക്ക് ഇവിടെ രണ്ട് കമ്പോണൻസ് വരും. ഒന്ന് ഈ ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് എ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക്, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്ക്. അതായത് ഇവിടെ എ സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്കും എ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്കുമാണ്. അതായത് ഇവിടെ ഈ എ എന്ന റേഡിയസിൽ രണ്ട് കമ്പോണൻസ് വരും. ഒന്ന് ഈ ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് എ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക്, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്ക്. പക്ഷേ ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് മൈനസ് വൈയിലേക്കുമാണ്, വൈയിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രവുമല്ല പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ സൈൻ തീറ്റയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ എക്ക്, റേഡിയസ് ആയ എക്ക് രണ്ട് കമ്പോണൻസ് വരും. ഒന്ന് ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന എ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക്, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്ക്. പക്ഷേ ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ സൈൻ തീറ്റ എന്ന കമ്പോണന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് മൈനസ് വൈയിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മൈനസ് വൈ, കാരണം മൈനസ് വൈയിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്, ഇസ് ഈക്വൽ ടു എ. ഏത് ഡയറക്ഷനിലേക്കാണ്? എ സൈൻ തീറ്റയുടെ കമ്പോണന്റ് എങ്ങോട്ടേക്കാണോ ആ കമ്പോണന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കല്ലേ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ എ സൈൻ തീറ്റ ഓർ y is equal to മൈനസ് എ സൈൻ ഒമേഗ ടി. അപ്പോൾ സെക്കൻഡ് കേസിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് y is equal to മൈനസ് എ സൈൻ ഒമേഗ ടി ആണ്. സെക്കൻഡ് കേസിൽ പ്രൊജക്ഷൻ മൈനസ് y is equal to എ സൈൻ തീറ്റ ഓർ y is equal to മൈനസ് എ സൈൻ തീറ്റ അല്ലെങ്കിൽ മൈനസ് എ സൈൻ ഒമേഗ ടി. സെക്കൻഡ് കേസ്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പി എന്നൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തു, അതിനുശേഷം നമ്മളൊരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു, അതിനുശേഷം ആ പാർട്ടിക്കിൾ XY കോർഡിനേറ്റിലൂടെ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണ് എന്ന് വിചാരിച്ചു. അതിനുശേഷം t is equal to 0 സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ നമ്മൾ ഈ പോയിന്റായിട്ട് എടുത്തു. അതിനുശേഷം ടൈം മുമ്പോട്ട് പോകുന്തോറും പാർട്ടിക്കിൾ ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്ത് t is equal to t സെക്കൻഡ്സ് ആയപ്പോഴുള്ള പാർട്ടിക്കിളിൻ്റെ ഫൈനൽ പൊസിഷൻ ഈ പോയിന്റായിട്ട് എടുത്തു. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ ആക്സിസിലേക്കും വെർട്ടിക്കൽ ആക്സിസിലേക്കും സംഭവിക്കാം. പക്ഷേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് പ്രൊജക്ഷൻ അലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വൈ ആക്സിസിലേക്കുള്ള പ്രൊജക്ഷൻ മാത്രം കൺസിഡർ ചെയ്ത് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എ. ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് ഈ എക്ക് രണ്ട് കമ്പോണൻസ് വരെ ഇവിടെ. ഒന്ന് ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന എ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക്, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്ക്. പക്ഷേ ഒരു പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ സൈൻ തീറ്റ എന്ന കമ്പോണന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് മൈനസ് വൈയിലേക്കുമാണ്. സോ ഇവിടെ പ്രൊജക്ഷൻ മൈനസ് വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഓർ y is equal to മൈനസ് എ സൈൻ തീറ്റ ഓർ മൈനസ് എ സൈൻ ഒമേഗ ടി. അപ്പോൾ സെക്കൻഡ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് തേർഡ് കേസ്. അടുത്തത് തേർഡ് കേസ്. നമ്മൾ പി എന്ന ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്തു. അതിനുശേഷം പി എന്ന പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യുകയാണ്.
അതിനുശേഷം ഈ പി എന്ന പാർട്ടിക്കിൾ ഈ യൂണിഫോം സർക്കുലർ പാത്തിലൂടെ പി എന്ന പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണ്. ഇതാണ് ഒറിജിൻ എക്സ് മൈനസ് എക്സ് വൈ മൈനസ് വൈ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ പൊസിഷനായിട്ട് നമ്മൾ ഈ പോയിന്റ് എടുക്കുകയാണ് തേർഡ് കേസിൽ. അപ്പോൾ ഇവിടെ ഈ എ എന്ന് പറയുന്നത് t = 0 സെക്കൻഡ്സിലുള്ള പാർട്ടിക്കിളിൻ്റെ ഇനിഷ്യൽ പൊസിഷനാണ് എ. അതിനുശേഷം ടൈം മുമ്പോട്ട് പോകും തോറും ടൈം t1 സെക്കൻഡ്സായി, t2 സെക്കൻഡ്സായി, t3 സെക്കൻഡ്സായി, t സെക്കൻഡ്സ് ആവും. ടൈം t സെക്കൻഡ്സ് ആവുമ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്ത് t സെക്കൻഡ്സ് ആവുമ്പോൾ പാർട്ടിക്കിളിനുള്ള ഫൈനൽ പൊസിഷൻ നമ്മൾ ബി ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ t = 0 സെക്കൻഡ്സിലുള്ള ഇനിഷ്യൽ പൊസിഷനും ബി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിളിൻ്റെ t സെക്കൻഡ്സിലുള്ള ഫൈനൽ പൊസിഷനാണ്. അപ്പോൾ ഈ ഫൈനൽ പൊസിഷനിൽ എത്തി നിൽക്കുമ്പോൾ ഈ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന് ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്ക് സംഭവിക്കാം, ഒന്ന് വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കും സംഭവിക്കാം. പക്ഷെ നമ്മളിവിടെ പ്രൊജക്ഷൻ എലോൺ വെർട്ടിക്കൽ ഡയമീറ്റർ ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഈ പോയിന്റിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ -y ആക്സിസിലേക്ക് സംഭവിക്കും. അപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് എ ആയിട്ട് എടുത്തു. ഇവിടെ പാർട്ടിക്കിൾ മൂവ് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷനാണ് ഒമേഗ എന്ന ആംഗുലർ വെലോസിറ്റി പാർട്ടിക്കിൾ മൂവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ ഈ ഡയറക്ഷനിലേക്കായിരിക്കും സംഭവിക്കുക. ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്ന -y ആക്സിസിലേക്കാണ്. ഇവിടെ ഈ എക്ക് രണ്ട് കമ്പോണൻസ് വരും. ഒന്ന് എ കോസ് തീറ്റ, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ. അതായത് ആംഗിളിനോട് അടുത്ത് നിൽക്കുന്ന കമ്പോണന്റ് എ കോസ് തീറ്റ ഈ ഡയറക്ഷനിലേക്ക്, മറ്റൊരു കമ്പോണന്റ് എ സൈൻ തീറ്റ ഈ ഡയറക്ഷനിലേക്ക്. പക്ഷേ ഇവിടെ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് -y ആക്സിസിലേക്കുമാണ് പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് പ്രൊജക്ഷൻ ഓഫ് പാർട്ടിക്കിൾ is -y. പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് -y മാത്രമല്ല എ കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. സോ -y = a cos theta or y = -a cos theta or -a cos omega t. അപ്പോൾ തേർഡ് കേസിൽ ഇതായിരിക്കും പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് കേസ്. അപ്പോൾ തേർഡ് കേസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പി എന്നൊരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഒരു XY കോർഡിനേറ്റ് കൺസിഡർ ചെയ്തു. പാർട്ടിക്കിൾ യൂണിഫോം സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അതിനുശേഷം ഇനിഷ്യൽ പോയിന്റ് നമ്മൾ എ ആയിട്ട് എടുത്തു, ഫൈനൽ പോയിന്റ് ബി ആയിട്ട് എടുത്തു. ബിയിൽ എത്തി നിൽക്കുമ്പോൾ പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ ഹൊറിസോണ്ടൽ ഡയമീറ്ററിലേക്കും വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കും സംഭവിക്കും. നമ്മൾ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്കുള്ള പ്രൊജക്ഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. സോ -y. അപ്പോൾ ഇവിടെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് എ കോസ് തീറ്റ എന്ന കമ്പോണന്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതേ ഡയറക്ഷനിലേക്കാണ് പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല പാർട്ടിക്കിളിന്റെ പ്രൊജക്ഷൻ സംഭവിച്ചിരിക്കുന്നത് -y ആക്സിസിലേക്കുമാണ്. സോ -y = a cos theta or y = -a cos theta or -a cos omega t. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് കേസാണ്. ഫോർത്ത് കേസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 3 കേസസ് കണ്ടു. പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്റർ. ആ 3 കേസസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ബാക്കി നിൽക്കുന്ന ഒരേ ഒരു കേസാണ് പ്രൊജക്ഷൻ എലോങ് വെർട്ടിക്കൽ ഡയമീറ്ററിലെ ഫോർത്ത് കേസ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ടോപ്പിക്, അപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ അവശേഷിക്കുന്നത് 3 ടോപ്പിക്കുകളേ ഉള്ളൂ. ഒന്ന് ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്, ടോട്ടൽ എനർജി ഇൻ SHM, അതേപോലെ തന്നെ ഡാംപ്ഡ് ഓസിലേഷൻ ആൻഡ് റെസൊണൻസ്. ഇത്രയും ടോപ്പിക്കുകളാണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ അവശേഷിക്കുന്നത്. അത്രയും ടോപ്പിക്ക് ഡിസംബർ 31 കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് മാക്സിമം നോക്കാം. ഡിസംബർ 31 കൂടി ഈ ഒരു ചാപ്റ്റർ നമുക്ക് മാക്സിമം വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ജനുവരിയോട് കൂടി നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഫ്ലൂയിഡ്സ് എന്ന നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു പാർട്ടിക്കിളിൻ്റെ പ്രൊജക്ഷൻ വെർട്ടിക്കൽ ഡയമീറ്ററിലേക്ക് സംഭവിക്കുമ്പോഴുള്ള ഫസ്റ്റ് 3 കേസസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു കേസാണ് ഫോർത്ത് കേസ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതോടൊപ്പം തന്നെ ഈ ചാപ്റ്ററിലെ അടുത്ത ടോപ്പിക്കായ ഓസിലേഷൻ ഓഫ് എ ലോഡഡ് സ്പ്രിങ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.